നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സും അതിൻ്റെ നിയന്ത്രണവും എന്ന വിഷയമാണ്. ഒരു കൊച്ചുകുട്ടി മുതൽ പടുവൃദ്ധൻ വരെയും മനസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കാധാരം മനസ്സാണ്. അതായത് മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. കാരണം അതാണോ ഇതാണോ, അങ്ങനാണോ ഇങ്ങനാണോ, പോകണോ വേണ്ടയോ, ഇതാണ് മനസ്സിൻ്റെ രീതി. ചിന്തകളുടെ കൂമ്പാരമാണ് മനസ്സ്. ഒരു ചിന്ത വന്ന് അതിൽ നിന്ന് മറ്റൊരു ചിന്ത വന്ന് ആ ചിന്ത മറ്റൊരു ചിന്തയ്ക്ക് വഴിമാറി അതിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക്, അതായത് ഒരു കുരങ്ങനെ പോലെ ഒരു കമ്പിൽ നിന്ന് മറ്റൊരു കമ്പിലേക്ക് ചാടി 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 അങ്ങനെ മനസ്സ് നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് മഹാമനീഷികൾ മനസ്സിനെക്കുറിച്ച് പറഞ്ഞത്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ കാമമോഹിതം മോക്ഷായ കാമവർജിതം. എല്ലാ ബന്ധങ്ങൾക്കു കാരണവും മനസ്സാണ്. ആ മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും മോചനം നേടാനും നമ്മൾക്ക് സാധിക്കും. മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. മനസ്സ് കൊണ്ടുപോകുന്ന വഴിയെ നമ്മൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അത് എത്ര അപകടകരമാണെന്ന് ഓർത്തു നോക്കൂ. ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലയോ കൃഷ്ണ, ഈ മനസ്സിനെ നിയന്ത്രിക്കുക വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ദുഷ്കരമാണല്ലോ എന്ന്. ഭഗവാന്റെ മറുപടി, നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നാണ്. അഭ്യാസം എന്നാൽ ആവർത്തിച്ചാവർത്തിച്ചുള്ള പരിശ്രമമാണ്. നിരന്തര നാമജപം, മന്ത്ര ഉപാസന, സത്കർമ്മം, പ്രാണായാമം, സദ്വിചാരം, പുരാണ ഗ്രന്ഥപാരായണം, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നൽകുന്ന ഭക്ഷണം ശുദ്ധവും സാത്വികവുമായിരിക്കുക, ഇവയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ പര്യാപ്തമായവയാണ്. നിരന്തര നാമജപം എന്ന് വെച്ചാൽ ഒരേ നാമം സദാസമയവും ജപിച്ചുകൊണ്ടേയിരിക്കുക. അതിന് ദേശകാലങ്ങളൊന്നും ബാധകമല്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ജപിക്കുക. ശുദ്ധ അശുദ്ധങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല. മന്ത്രോപാസന എന്നാൽ ഒരു മന്ത്രം അത് ഗുരുമുഖത്തു നിന്നു ലഭിച്ചാൽ നന്ന്. ശുദ്ധവൃത്തിയോടുകൂടി ഏതെങ്കിലും ഒരു ആസനത്തിലിരുന്ന് നിശ്ചിത സമയത്ത് നിശ്ചിത അളവിൽ അത് ജപിച്ച് മന്ത്രസിദ്ധി വരുത്തുന്നതാണ് മന്ത്രോപാസന. പ്രാണായാമം മനോനിയന്ത്രണത്തിന് പരമപ്രധാനമാണ്. വ്യത്യസ്ത മനോവികാരങ്ങളുള്ളപ്പോൾ പ്രാണഗതിയിലും മാറ്റം വരുന്നു. സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും കരയുമ്പോഴും ചിരിക്കുമ്പോഴുമൊക്കെ പ്രാണഗതി വിഭിന്നങ്ങളായിത്തീരുന്നു. പഞ്ചപ്രാണനെയും 5 ഉപപ്രാണനെയും സാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവരിക. അതിന് പ്രാണായാമം ശീലമാക്കുക. നാഡീശുദ്ധി പ്രാണായാമം, അനുലോമ വിലോമ, ശീതളി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, ശീൽക്കാരി പ്രാണായാമം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രാണായാമം ശീലിക്കുക. സത്കർമ്മം എന്നാൽ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നല്ല കർമ്മം ചെയ്യാൻ സാധിച്ചില്ല എന്നുവരിയിലും ദുഷ്കർമ്മം ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ദുഷ്കർമ്മം മനസ്സിനെ ദുഷ്ടതയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. സദ്ഗ്രന്ഥപാരായണം, ശുദ്ധവൃത്തിയോടുകൂടി ഏതെങ്കിലും ഒരു ഗ്രന്ഥം, രാമായണമോ ഭാഗവതമോ നാരായണീയമോ സഹസ്രനാമമോ പാരായണം ചെയ്യുന്നത് മനോനിയന്ത്രണത്തിന് നല്ലതാണ്. സത്സംഗം, നല്ല ആൾക്കാരോട് നല്ല കാര്യത്തിൽ മാത്രം സഹകരിക്കുക. മോശം ആൾക്കാരുടെ കൂടെ കൂടി പരദൂഷണവും പര ഉപദ്രവവും ചെയ്താൽ മനസ്സ് വികലമായി തീരുന്നു. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കൊടുക്കുന്ന ഭക്ഷണം എന്നാൽ
വായിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം ശുദ്ധം ആകുന്നതിനൊപ്പം തന്നെ കണ്ണിനു കാഴ്ചയായി കൊടുക്കുന്ന ഭക്ഷണവും ചെവിക്കു കേൾവിയായി കൊടുക്കുന്ന ഭക്ഷണവും ത്വക്കിന് സ്പർശമായി കൊടുക്കുന്ന ഭക്ഷണവും നന്മയുള്ളതായിരിക്കണം. എങ്കിലേ മനസ്സ് നന്നാവൂ. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം.